ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ 2 ദിവസം നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. മഴയും ഇടിവെട്ടും മിന്നലും ഒക്കെ ആയിരുന്നു. 2 ദിവസം മുന്നേ ഫസ്റ്റ് ദിവസം മഴ പെയ്യുന്ന സമയത്ത് ഞാൻ പുറത്തായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നന്ദും കുഞ്ചുസും വീട്ടിലൊറ്റയ്ക്കല്ല, ഞാനിങ്ങനെ ടൗണിൽ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് വീടെത്തണം എന്നുള്ളൊരിതായിരുന്നു. പക്ഷേ ഈ പെട്ടെന്നുള്ള മഴയാകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇങ്ങനെ റോഡുമ്മേ. അപ്പോൾ അവർ കൈ കാണിക്കുമ്പോൾ നമുക്ക് നിർത്തിയെടുക്കാതിരിക്കാനും പറ്റില്ല. എനിക്ക് ലാസ്റ്റ് കിട്ടിയ ട്രിപ്പാണെങ്കിൽ ഒരു 4 പെൺകുട്ടികളാണ് ഹോസ്റ്റലിലേക്ക്. ഇവിടെ ലുലു മാള് ഉണ്ടല്ലോ, മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഹോസ്റ്റലിലേക്കുള്ള കുട്ടികളായിരുന്നു. അവർക്കാണെങ്കിൽ സമയം ലേറ്റ് ആവണേക്കാട്ടി മുന്നെത്തിക്കണം എന്നും പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ അവരെടുത്തിട്ട് പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് പോരുക ചെയ്തത്. പക്ഷേ ഉണ്ടല്ലോ, മിന്നലും ഇടിവെട്ടും മിന്നലൊക്കെ ഇങ്ങനെ ശരിക്കും നമ്മുടെ ഫേസിൽ കാണാം. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലേക്ക് തട്ടണ പോലെ തോന്നും നമുക്ക്. ശരിക്കും എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ പേടി തോന്നിയത് ഉള്ളിൽ. കാരണം വണ്ടി ഇങ്ങനെ ഓടിച്ച് പോകുമ്പോൾ ഇങ്ങനെ തുറന്നു കിടക്കണം വണ്ടിയല്ലേ. വണ്ടിയുടെ 2 സൈഡും ഇങ്ങനെ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ നോക്കിപ്പോകും. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ നേരൊക്കെ ആയിരിക്കും ഈ മിന്നലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര പേടി തോന്നിയിരുന്നു. എന്തെങ്കിലും ആവുമോ, ഷോക്ക് അടിക്കുമോ, മേല് തട്ടുമോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വായിക്കുമല്ലോ, നല്ല ഇടിവെട്ടും മിന്നലൊക്കെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം പത്രത്തിലുണ്ടാവുമല്ലോ, ഇടിമിന്നലേറ്റ് മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പിള്ളേരാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക്. അപ്പോൾ എനിക്ക് അതിന് പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും 2 ദിവസത്തെ നല്ല മഴ കിട്ടി. വൈകുന്നേരമാണ് ഫസ്റ്റത്തെ ദിവസം. എനിക്ക് തോന്നുന്നു 8 മണി കഴിഞ്ഞപ്പോഴാണ് പെയ്തത്. രണ്ടാമത്തെ ദിവസത്തെ മഴ അത്യാവശ്യം നേരത്തെ തന്നെ പെയ്തു. ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും 6, 6:45 അങ്ങനെ എന്തോ ആണ് തുടങ്ങിയത്. അയ്യോ, ആദ്യത്തെ ദിവസം മഴ പെയ്തപ്പോൾ 8 മണി കഴിഞ്ഞപ്പോഴാണോ പെയ്തത്. അന്ന് ഞാനാണെങ്കിൽ ഇവിടുന്ന് 4 മണി 3:30 4 മണിക്ക് എന്തോ ആണ് പോയത്. അപ്പോൾ പിറ്റേ ദിവസവും ആ മഴ കിട്ടുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചും കൂടി നേരത്തെ ഞാൻ വണ്ടി എടുത്ത് ഓടാൻ തുടങ്ങി. പക്ഷെ അന്ന് നേരത്തെ മഴ പെയ്തു. എൻ്റെ പൊന്നെ, എനിക്ക് ചിരിക്കാനായിട്ട്. എന്തൊക്കെ കഥകൾ ഓരോ ദിവസങ്ങൾ. പിന്നെ മിനിഞ്ഞാന്ന് എൻ്റെ വണ്ടിക്ക് എൻ്റെ വണ്ടിയിൽ നിന്ന് വേറൊരു സ്കൂട്ടി കൊണ്ടുവന്ന് ഇടിച്ചു. ചെറിയൊരു പരിക്കുണ്ട്. എനിക്കല്ല, വണ്ടിക്ക് കേട്ടോ. വണ്ടിയുടെ ബാക്കിൽ കൊണ്ട് ഇടിച്ചതാണ്. 2 പിള്ളേർ പള്ളിയിൽ പോണ സമയത്ത് അവരിങ്ങനെ നല്ല സ്പീഡിൽ വന്നതാണ്. അപ്പം ഞാനിങ്ങനെ നമ്മൾ പുതിയ സ്റ്റാൻഡിൽ അവിടെ സിഗ്നലില്ല. അപ്പോൾ അവരിങ്ങനെ ഓടി വന്നതൊക്കെ പറഞ്ഞു. വണ്ടി സ്പീഡിൽ വന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ തട്ടിപ്പോയതാണ്. ചെറിയൊരു മുറിവ് പോലെ വന്നിട്ടുണ്ട്. നമുക്കൊക്കെ ചെറിയൊരു മുറിവ് പറ്റില്ല, അതേപോലെ വന്നിട്ടുണ്ട്. കാണിച്ചല്ലേട്ടാ, അത് കാണാം നമുക്ക്. വണ്ടി ചാർജിനിട്ടേക്കാണ്. ഇപ്പം ഞാനല്ല കേട്ടോ വണ്ടി കഴുകൽ, കുഞ്ചൂസാണ്. ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ കഴുകണം കൊടുത്തുന്നത്. വെള്ളമൊക്കെ എടുത്ത് കഴുകി അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കേട്ടോ, ഇതാണ് പരിക്ക് വണ്ടിയുടെ. ഇത് ബാക്കിൽ നിന്ന് ഇങ്ങനെ വണ്ടി കൊണ്ടുപോയിട്ട് ഇവിടെ ഇടിച്ചപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ തട്ടി അമർന്നു പോയതാണെന്ന് തോന്നുന്നു. ഒരു വര പോലെ ആയിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ച 500 രൂപ 1000 രൂപക്ക് വരുള്ളൂ എന്നാണ്. പക്ഷേ അത് 3000-4000 രൂപ അടുത്ത് ചിലവുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ ഇത് ഫ്ലൈവുഡ് ആണല്ലോ. അപ്പോൾ അവിടെ ഒരു കഷ്ണം വെച്ച് പിന്നെ പെയിൻ്റൊക്കെ അടിച്ച് വരുമ്പോൾ ആ ഒരു പൈസ ആവുമെന്നാണ് പറഞ്ഞത്. എനിക്ക് സങ്കടമായിട്ട് വയ്യ. ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടൊന്ന് ഓടിക്കൽ. ഈ ഒരു സംഭവം പറ്റിയപ്പോഴും എനിക്ക് വിഷമം തന്നെയായിരുന്നു. പിന്നെ വണ്ടിയല്ലേ, തട്ടയും മുട്ടൊക്കെ ചെയ്യും, സ്വാഭാവികമാണ്. എന്നാലും പറഞ്ഞാലും തീരത്ത സങ്കടം. പിന്നെ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ഇലൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു, വാഴല. പിന്നെ കുറച്ച് അടയൊക്കെ ചുട്ടു. അടപ്പുഴുങ്ങി. അടയ്ക്ക് പിന്നിലും ഒരു കഥ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ഞാൻ മിനിഞ്ഞാന്ന് തന്നെ തോന്നുന്നു കുറച്ച് പത്തിരിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. വീട്ടിലുണ്ടാക്കിയിട്ട് കൊണ്ടുപോകാം, അവർ നല്ല കടി കഴിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ ആത്മാർത്ഥത കൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റു. പത്തിരിക്ക് മാവൊക്കെ കുഴച്ചു, ഉണ്ടാക്കി നോക്കുമ്പോൾ ഞാൻ വളരെ നൈസായിട്ടാണ് പരത്തിയത്. അപ്പോൾ നോക്കുമ്പോഴൊക്കെ പൊളച്ച് വരുന്നു. അത്രയ്ക്കും കട്ടി കുറയ്ക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ പിന്നത്തെയൊക്കെ ഞാൻ കട്ടിയിലാക്കി. രണ്ടാമത്തെ ട്രിപ്പിലുള്ളതൊക്കെ കുറച്ചും കൂടി കട്ടിയാക്കിയാൽ മതി എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുറച്ചും കൂടി കട്ടിയാക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഭയങ്കര ഉറപ്പായത് പത്തിരി. ഭയങ്കര ഉറപ്പ്.
പല്ല് അത്രയും സ്ട്രോങ് ഉള്ള പല്ലുള്ള ആൾക്കാർക്ക് മാത്രമേ തിന്നാൻ പറ്റുള്ളൂ. പിന്നെ വേറെ തിന്നാ പത്തിരി, പൊരിച്ച പത്തിരി മാത്രം, അത് മാത്രമേ ഉണ്ടാക്കാൻ സമയം കിട്ടിയുള്ളൂ കേട്ടോ. അങ്ങനെ ആരൊക്കെ വാങ്ങി, ഒരു 4 പത്തിരി ബാക്കി ഉണ്ടായുള്ളൂ. വാങ്ങി. പക്ഷേ കഴിച്ചവർക്കൊക്കെ പറഞ്ഞു ടേസ്റ്റ് ഉണ്ട്, പത്തിരിയുടെ ആ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഉറപ്പ്. ഞാൻ കരിജീരകമൊക്കെ ഇട്ടിട്ടൊക്കെയാണ് അവർ ഉണ്ടാക്കണ, പൊടി കുഴച്ചതൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കി, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ടാക്കി. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിലും ഭയങ്കര ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ കടിച്ചിങ്ങനെ ചിക്കൻ കാലൊക്കെ പിടിച്ച് വലിക്കണം, മാതിരി വലിക്കണം. എൻ്റെ അമ്മേ. അപ്പം ഞാനായാലും മുറുക്കൊക്കെ തിന്നണ പോലെ തിന്നിരുന്നത്. വിറ്റതല്ല കേട്ടോ. സാധാരണ ഇപ്പം ഞാൻ 4ാമത്തെ കൊല്ല ചായ കച്ചവടത്തിന് പോകണം. ഞാനിത് ഉണ്ടാക്കിയ പത്തിരി പൂച്ച തിന്നാൻ വരുമല്ലോ ഡെയിലി. പൂച്ച വന്നിട്ട് ഒരു പത്തിരി മിക്കവാറും മുഴുവൻ തിന്നും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ കഷ്ണമൊക്കെ ബാക്കി വയ്ക്കും. ഇല്ലെങ്കിൽ 3/4 ഭാഗം തിന്നും, ചിലപ്പോൾ പകുതി തിന്നും. അതല്ലെങ്കിൽ മിക്കതും ആൾ മുഴുവൻ തിന്നും വന്നിട്ട്. ഞാൻ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്താൽ മുഴുവൻ തിന്നാറുണ്ട്. അങ്ങനെ ഈ പൂച്ച വന്നപ്പോൾ ഞാൻ എന്താക്കിയെന്നറിയോ, ഇതുപോലെ കഷ്ണം ഇട്ട് കൊടുത്തു. എനിക്കറിയാം തിന്നില്ല, അതുകൊണ്ട് ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഓടുകയാണത്. എന്തോ ഓടിയത് എന്നുവെച്ചാൽ ഭയങ്കര മുറുക്കല്ലേ, കുട്ടികൾക്ക് തിന്നാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ അത് വന്നത് കരഞ്ഞ്. അപ്പോഴും ഞാനൊരു ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്ത്. അപ്പോൾ അതിങ്ങനെ അടുത്ത് വരും നോക്കും, പിന്നെ വേഗം തിരിഞ്ഞൊരൊറ്റ പോക്കാണ്. അങ്ങനെ അത് ഭയങ്കര അങ്ങേറ്റം ഫ്ലോപ്പായി അത്. എന്നിട്ട് ഞാൻ എന്താക്കി, പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കാമെന്ന്. എന്നിട്ട് ഇന്നലെ ഞാൻ പഴംപൊരിയാണ് ഉണ്ടാക്കിക്കൊണ്ടായത്. അവർ നല്ല കടി കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഞാൻ എത്ര നേരത്തെ എണീക്കണമെന്ന് അറിയോ? ചായ മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു 2:30ക്കാണ് എണീക്കൽ. 2:45 ആകുമ്പോഴാണ് എണീക്കൽ. കടി ഉണ്ടാക്കുമ്പോൾ സമയം എടുക്കില്ലേ. അപ്പം ഞാൻ 1 മണിക്കൊക്കെ എണീറ്റിട്ടാണ് ഈ പത്തിരി ഉണ്ടാക്കി പോയത്. പത്തിരി പോവാനില്ല, അമ്മാതിരി പത്തിരിയായിരുന്നു. പിന്നെ ഇന്നലെ പഴംപൊരി ഉണ്ടാക്കി. പഴംപൊരി പറഞ്ഞ പോലെ കുറച്ച് ഇങ്ങനെ കരിച്ചിരൊക്കെ ഇട്ട് പഴംപൊരി ടേസ്റ്റ് ഉണ്ട്. പഴംപൊരിയുടെ ആ ഒരു നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കണം പോലെ കുഞ്ഞ് പഴംപൊരി ആയിപ്പോയി. കടയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുവരൊക്കെ വന്ന് വാങ്ങുമ്പോൾ അവർക്ക് അത്യാവശ്യം വലുപ്പത്തിലൊക്കെ കഴിക്കാൻ വേണമല്ലോ. പക്ഷെ ഇത് ഉണ്ട് കഴിക്കാനായിട്ട്, പക്ഷെ ഭയങ്കര ഒരു കുഞ്ഞ് പോലെയായി. പിന്നെ മാവ് കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ പൊന്തി വരുമല്ലോ. ഇപ്പോൾ കടയിലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരെന്താ ചേർക്കണമെന്ന് എനിക്കറിയില്ല. അപ്പം അതും തിന്നാൻ ടേസ്റ്റ് ഉണ്ട്, തിന്നാനും പറ്റുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ മാവ് കുറച്ചും കൂടിയൊക്കെ ഒന്ന് പൊന്തി വന്ന് ആ ഒരു കുറച്ചും കൂടി ഒരു വലിപ്പം കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ അതിൻ്റെ ഒരു കഥ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയിലിവിടെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ ഇടയിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് കൊണ്ടുപോകാമെന്ന്. അപ്പം മാർക്കറ്റിലത്തെ ചേട്ടന്മാരിങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഞാൻ ഓരോന്നും ഉണ്ടാക്കിയിട്ട് പരീക്ഷണമാണ് അവരെ വെച്ചിട്ട്. കോമഡി ആയിട്ട് പറയാം കേട്ടോ, തമാശയ്ക്ക് പറയുകയാണ്, സീരിയസ് ആയിട്ടൊന്നുമല്ല. നമ്മളെയാണ് അവൾ പരീക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയും എനിക്ക് വേറെ ആരുടെ അടുത്ത് ഇപ്പോൾ ഇത് കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ നിങ്ങളൊക്കെ തന്നെയാണിത് നോക്കണ്ടേന്ന് ഞാനും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാനൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ഇന്നലെ കഴിച്ചിട്ടുള്ള അവരൊക്കെ വന്നിട്ട് ചോദിച്ചു ഇന്നൊന്നും ഉണ്ടാക്കിയില്ലെന്ന്. ഞാൻ പറയാം ഒന്നും ഉണ്ടാക്കിയില്ല, ഇനി ഞാനൊന്നും ഉണ്ടാക്കി കൊണ്ടുവരില്ല, നിങ്ങൾ വാങ്ങണ കടി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിന് കുറേ പേര് കളിയാക്കി, എന്ത് രസമായിരുന്നു പത്തിരി, ആ പത്തിരി തിന്നാൻ എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് കളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാൻ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടെങ്കിലും ഫസ്റ്റ് ഞാൻ പത്തിരി ഒന്നും കൂടി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി തിക്കായിട്ടൊക്കെ ഉണ്ടാക്കി നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മാവ് കുഴച്ചു. ഒന്നാമത് ഈ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കണ കാരണം കൊണ്ട് ഞാൻ വെള്ളമൊക്കെ വെച്ച അളവ് കൂടിപ്പോയിട്ട് മാവ് ഭയങ്കര ലൂസായി. അപ്പോൾ എനിക്ക് ആ കുഴച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഉണ്ടാക്കാനാവില്ല. ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. അത് ചൂട് തണിഞ്ഞപ്പോൾ ബാക്കി ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പോയല്ലേ, പോണേക്കാട്ടി മുന്നേ ചൂട് തണിഞ്ഞപ്പോൾ ഞാനിതെടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഉണ്ടാക്കും. ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഞാൻ മാർക്കറ്റിലേക്ക് പോയി. എന്നിട്ട് പിന്നെ ഇന്നാണ് ഞാൻ ആ മാവ് എടുത്തത്. ഇന്ന് ഞാൻ എടുത്തിട്ട് ഞങ്ങൾ കല്ലുമ്പോൾ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വരുമ്പോൾ ഒരു കോഴി പാർട്സിൻ്റെ കറി മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, 60 രൂപയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്ക്. കോഴി പാർട്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ എനിക്കറിയില്ല. കോഴി പാർട്സ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവാറില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിലത്തെ കഷ്ണങ്ങൾ എനിക്ക് എല്ലാതും ഇഷ്ടപ്പെടാത്ത കാരണം കൊണ്ട് കുറേ കഷ്ണങ്ങളൊക്കെ ഞാൻ പൂച്ചയ്ക്ക് കൊടുത്തു. പിന്നെ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെരിഞ്ചീരകവും കുറേ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാക്കിയതിനെ കൊണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പൊതുവേ എനിക്ക് കോഴി പാർട്സിൻ്റെ കറി അങ്ങനെ ഞാൻ വെക്കണേക്കാട്ടിയും കൂടുതൽ ഇഷ്ടം എനിക്ക് വേറെ ആരെങ്കിലും വെച്ചിട്ട് തിന്നണതാണ്.
പപ്പടമൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും. പപ്പടം നന്നായി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അവൾ നല്ല അടിപൊളിയായിട്ട് വരട്ടിയെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വരുമ്പോൾ കോഴിപ്പാട്സിൻ്റെ ഒരു കറി മേടിച്ചു. പത്തിരി ഇത്തരത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ വേറെ കടിയൊന്നും മേടിച്ചില്ല. അങ്ങനെ ഇവിടെ വന്നിട്ട് പത്തിരി ഉണ്ടാക്കാൻ ഒരു പത്തിരി ഉണ്ടാക്കി നന്ദൂന് കൊടുത്തു. നന്ദൂന് എക്സാം ഉണ്ടായിരുന്നു, കുഞ്ചൂസിനൊന്നും എക്സാം ഇല്ല. അപ്പോൾ എനിക്കും കുഞ്ചൂസിനും സാവധാനം മതിയല്ലോ. അപ്പോൾ ഞാൻ വേഗം നന്ദൂന് ഉണ്ടാക്കി ഒന്ന് കൊടുത്തു. അപ്പോൾ നന്ദു പറഞ്ഞു ഒന്നും കൂടി കൊണ്ടമ്മേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം അടുത്തതും കൂടി ഉണ്ടാക്കി അവന് കൊടുത്തു. പക്ഷെ രണ്ടാമത്തെ എനിക്കിപ്പോൾ നന്ദു ഒരു വാരം എനിക്ക് വായി വെച്ച് തന്നു കറി കൂട്ടിയിട്ട്. കറി ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കണ വരെ വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവനൊരു കഷ്ണം കറി മുക്കിയിട്ട് എനിക്കൊരു കഷ്ണം വായി വെച്ച് തന്നു. അതേപോലെ തന്നെ ഒരു കഷ്ണം കുഞ്ചൂസിന് വായി വെച്ച് കൊടുത്തു. അപ്പോൾ എനിക്കൊരു മധുരിപ്പ് തോന്നി. ആ ഒരു മാവിനും മധുരം ടേസ്റ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഞാൻ കുഞ്ചൂസിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഓരോന്നും ഉണ്ടാക്കിയാൽ മതി, ബാക്കി നമുക്ക് ബ്രെഡ് കൂട്ടിയിട്ട് കറി കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയാണ് കഴിച്ചത്. എന്നിട്ട് വീണ്ടും ഞാൻ ഈ മാവെടുത്ത് അവിടെ മാറ്റി വെച്ചു, ഫ്രിഡ്ജിലെടുത്ത് വെച്ചില്ല, മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞു നമുക്കിന്ന് അട പുഴുങ്ങായതുകൊണ്ട് അട പുഴുങ്ങി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നന്ദുവിനെ കൊണ്ടാക്കി. ഞാൻ ബ്രെഡൊക്കെ കൂട്ടി ചായ കുടിച്ചു. ഞാനും കുഞ്ചൂസും ഓരോ പത്തിരി ഞങ്ങൾക്ക് ഉണ്ടാക്കിയുള്ളൂ. നന്ദു 2 പത്തിരി കഴിച്ചു, 3 പേരിലായി. അപ്പം ഞങ്ങൾ പോയി വന്നതിന് ശേഷം ഞാൻ വേഗം ചോറിൻ്റെ പണിയും കുഞ്ചൂസ് അരിയൊക്കെ കഴുകിയിട്ട് വന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ഫ്ലാസ്ക് കഴുകി, എൻ്റെ കുളി കഴിഞ്ഞു. പിന്നെ കുഞ്ചൂസ് തന്നെയാണ് ഇപ്പോൾ സ്ഥിരം വണ്ടി കഴുകി തരുന്നത്. ഞാൻ 20 രൂപ കൊടുക്കും, വെറുതെ അവർക്കൊരു സേവിങ്സ്. പിന്നെ അവർക്ക് എന്തെങ്കിലും ചെറിയ ആവശ്യമൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ കയ്യിലൊരു പൈസ ആവട്ടെ എന്നുള്ളൊരിതാണ്. പിന്നെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡ്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ കൊടുക്കണം. അപ്പോൾ അവനവൻ്റെ പൈസ കൂട്ടിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ചൂസിൻ്റെ പണി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വാഴ മുറിച്ച് ഒക്കെ കഴുകി. ഞാൻ കുഞ്ചൂസ് തേങ്ങ ഒക്കെ ചെരുകി തന്നു. അങ്ങനെ പിന്നെ വേഗം പഞ്ചസാരയും പിന്നെ ഏലക്കായ കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചു. അങ്ങനെ ഇതെല്ലാം കൂടി മിക്സൊക്കെ ചെയ്ത് അട പുഴുങ്ങിയിട്ട് പിന്നെ നന്ദു ട്യൂഷൻ പരീക്ഷ കഴിഞ്ഞ് വന്നു. അങ്ങനെ ഞാൻ അട ആയപ്പോൾ ഒരട ഞാൻ പ്ലേറ്റിലാക്കിയിട്ട് സ്പൂൺ കൊണ്ട് കോരിയിട്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. അവൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ, എനിക്ക് ഒന്നും കൂടി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എടുത്ത അട ഞങ്ങൾ 3 ആളും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. ഞാനിങ്ങനെ 2 ആൾക്കും മാറി കോരി കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു. പിന്നെ ഞാൻ ചെന്ന് പാത്രം എടുത്ത് നോക്കിയപ്പോൾ 3 അടയും കൂടി അതിലുള്ളൂ. ശരിക്കും 4 അട പരത്തിയത് ഉണ്ടായുള്ളൂ. കാരണം തേങ്ങ കഴിഞ്ഞു. അപ്പോഴത്തേക്കും തേങ്ങ ഇനി വാങ്ങിയിട്ട് വേണം. അപ്പോഴും ഈ 2 or 3 അടയ്ക്കുള്ള മാവ് ഇനിയും ബാലൻസ് ഉണ്ട്. ഞാനടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഒന്നുമല്ല പറ്റുകയാണെങ്കിൽ ഇന്ന് പത്തിരി ഉണ്ടാക്കും രാത്രിത്തേക്ക്. കാരണം മാവ് ഇങ്ങനെ കൂടുതലെടുത്ത് വയ്ക്കാൻ പറ്റില്ല. ഇന്നലെ കുഴച്ച് വെച്ച മാവാണ്. ഒന്നുമില്ല ഇന്ന് രാത്രി എടുക്കും, അല്ലെങ്കിൽ നാളെ രാവിലെ ഇതുപോലെ അട എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. അങ്ങനെ പിള്ളേർ ഇപ്പോൾ രണ്ടാമതും ഞാൻ അട അവർക്ക് ഓരോ പ്ലേറ്റിലെടുത്ത് കൊടുത്തു. അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാൻ നീട്ടിയിട്ടാണ് പരത്തിയത്, കുറച്ച് വലുപ്പത്തിൽ. എന്നുവെച്ചാൽ മാവ് ഭയങ്കര ലൂസായതിനെ കൊണ്ട് കട്ടി കുറച്ചിങ്ങനെ നീളത്തിലാണ് പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇടാം. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ആ മാവ് വേസ്റ്റ് ആയില്ല, എനിക്കതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇന്ന് കറി ചോറായിട്ടുണ്ട്. ഇനി കറി വറവിടാനൊക്കെ ഉണ്ട്. സമയം ഒരു മണി കഴിഞ്ഞു, 1:20 ആയിട്ടുണ്ട്. എടാ കഴിച്ചു കഴിഞ്ഞാ എങ്ങനെ ഉണ്ടായിരുന്നു? കഴുകി എന്താ നോക്കിയത്? കുഞ്ഞു സുഖം കഴിഞ്ഞാ? ഇനിയാണോ? ഇനിയില്ലടാ, ഇനി ചോറ് തിന്നാം നമുക്ക്. ചോറായിട്ടുണ്ടല്ലോ, കറി വറവിടാനേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രാവിലത്തെ പാർട്സിൻ്റെ കറി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞുസ് നമുക്കിത് കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ബ്രെഡും കൂട്ടിയിട്ടുള്ള കുറച്ച് കറി ഉണ്ടായിരുന്നു. അത് കൂട്ടി ഞാനും കുഞ്ചുസും കഴിച്ചു. അത് കണ്ടപ്പോൾ നന്ദും വന്ന് കഴിച്ചുട്ടാ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മെഷീനിൽ അലക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ 2 ട്രിപ്പ് കഴിഞ്ഞു. ഇനി 3ാമത്തെ ട്രിപ്പും കൂടി ഇളക്കിയിട്ട് ഉണക്കിയെടുക്കണം, പരത്തണം, കറി വറവിടണം, ചോറ് തിന്നണം, വണ്ടി എടുത്ത് ഓടാൻ പോകണം. അതിന് മുന്നേ എൻ്റെ അട അവിടെ ഇരിക്കണം, അത് കഴിക്കണം. അപ്പോൾ ഇന്ന് കുഞ്ചു ചോദിച്ചാൽ ഇന്ന് മീനില്ലെന്ന്. അപ്പോൾ ഇന്ന് മീനില്ല, ഇന്ന് കടലക്കറിയാണ്. കടലക്കറിയും തിരിച്ചാറൊന്നും ഇല്ലാണ്ട് കുറച്ച് തിക്കായിട്ട് വെക്കാമെന്ന് വെച്ചു. പപ്പടവും കാച്ചും, അത്രയേ ഉള്ളൂ. പിന്നെ നന്ദു സ്കൂളിട്ട് വരുമ്പോൾ 2 മാങ്ങ കുഞ്ചൂസിനോട് കൊടുത്തിട്ടുണ്ടായിരുന്നു, വെൽപ്പുള്ള മാങ്ങ. അപ്പോൾ അവനതൊക്കെ അരിഞ്ഞ് കുഞ്ഞാക്കി അരിഞ്ഞിട്ട് ഉപ്പും മുളകും ഒക്കെ കുഴച്ച് സുർക്കയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. പിന്നെ ഇന്നലെ ചെമ്മീൻ കറിയായിരുന്നു. ഇന്നലെ ചെമ്മീൻ കറിയല്ല, റോസ്റ്റ് ആക്കിയിട്ട് ചെറിയൊരു ഗ്രേവിക്ക് ആക്കിയിട്ട് റോസ്റ്റ് ആക്കിയെടുത്ത്, വറുത്തതല്ല പക്ഷേ ഫുള്ള് റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കറിയല്ല, ആ ഒരു ഇടയിലുള്ളൊരു സംഭവമാക്കി. അപ്പോൾ ഇന്നലെ അതായിരുന്നു ചെമ്മീൻ. പിന്നെ ക്യാബേജിൻ്റെ ഉപ്പേരി. ഞാൻ കുറേ നാളായിട്ട് ക്യാബേജിൻ്റെ ഉപ്പേരി കൂട്ടാൻ എന്താണെന്നറിയില്ല, ഭയങ്കര കൊതിയായിരുന്നു എനിക്ക്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇന്നലത്തെ വീഡിയോ കണ്ടില്ല, അമ്പലത്തിൽ സദ്യ കഴിക്കാൻ പോയത്. കുഞ്ചുസേ എന്തിനാ ചെറുക്കണത്? അപ്പോൾ എനിക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയപ്പോഴും ക്യാബേജ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഞായറാഴ്ച പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് അവർക്ക് ചോറ് വാങ്ങിക്കൊടുത്തു. കാരണം ഞാനിതുപോലെ ഇടയ്ക്ക് പോകുമ്പോൾ കഴിക്കാറുണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ. അപ്പോൾ അവരിതുപോലെ എപ്പോഴെങ്കിലും പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഞാൻ എന്താണ് കഴിക്കുന്നത് ആ ഒരു സംഭവങ്ങളൊക്കെ അവരെ കൊണ്ട് കഴിപ്പിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് വീട്ടിൽ അങ്ങനെ അവർക്ക് ഇന്നത് വേണം എന്ന് നിർബന്ധമൊന്നുമില്ല, എന്തായാലും കഴിച്ചോളും. അവരും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ കഴിക്കണതൊക്കെ ഞാനും കഴിക്കും, ഞാൻ കഴിക്കണതൊക്കെ അവരും ഏകദേശം കഴിക്കും. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ മൂന്നാളല്ലേ ഉള്ളൂ, വേറെ വലിയ ആണുങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് എന്താ ഇഷ്ടം അതേപോലെ അത്രയേ ഉള്ളൂ. പിന്നെ സ്പെഷ്യൽ ഇതാണ്. പിന്നെ ഒരു ദിവസം മീൻ മേടിച്ചു, ചിലപ്പോൾ 2 ദിവസം അടുപ്പിച്ച് മീൻ മേടിക്കും. അപ്പോൾ ഇനി അടുത്ത ദിവസം ചിക്കൻ ആയിരിക്കും. ഇനിയിപ്പോൾ ചിക്കൻ ചിലപ്പോൾ 2 ദിവസം അടുപ്പിച്ച് ചിക്കനോ, അല്ലെങ്കിൽ ഒരു ദിവസം ചിക്കനാണെങ്കിൽ പിന്നെ 2 ദിവസം പച്ചക്കറി തന്നെയായിരിക്കും. എല്ലാം കഴിക്കണമല്ലോ നമ്മൾ. കടല, പയറ്, മുതിര അങ്ങനത്തെ എല്ലാതും മാറ്റി മറിച്ചൊക്കെ മേടിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അട കഴിക്കട്ടെ, കാരണം അട ചെറിയ ചൂടിൽ കഴിക്കണം. ഇപ്പോൾ ആയതാണ്. അവർക്ക് ഞാൻ കൊടുത്തിട്ടൊരു 10-20 മിനിറ്റ് കഴിഞ്ഞു, അവരൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇനി കഴിക്കട്ടെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേന നമ്മുടെ അടയാട്ടത് തേങ്ങയും പഞ്ചസാരയായിട്ട് ഞാൻ ചേർത്ത്. ശർക്കര ഇല്ലായിരുന്നു. പിന്നെ ഈ മാവ് നമുക്കധികം എടുത്ത് വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഇത് ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ച് പിന്നെ ആവിയിലൊക്കെ വേവിച്ചെടുത്താട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, കഴിക്കാൻ പോവുകയാണ്. ഇതുപോലെ ഞങ്ങൾ സ്പൂൺ കൊണ്ട് കോരിയിട്ടാണ് 3 ആളും കൂടി കഴിച്ചത്. ഇതിൻ്റെ തേങ്ങ കാണിച്ചത് ഇങ്ങനെ നീളത്തിൽ ഇതിലൊക്കെ മധുരമുണ്ട്. അപ്പോൾ വീഡിയോ നോക്കി ചെയ്യണത് കിട്ടണമില്ല. അപ്പോൾ വണ്ടി ചാർജ് നിൽക്കുന്നുണ്ട്. ഇനി അട കഴിച്ച് ശരിക്കും ശർക്കരയാണ് വേണ്ടത്. ചെറിയ ചൂടുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാൻ പാകാമായിരുന്നു. ഞങ്ങൾ നല്ല ചൂടോടെ കഴിച്ചു. അങ്ങനെ പത്തിരിക്ക് കുഴച്ച മാവ് അവിടെ എടുത്തു. അപ്പോൾ പിന്നെ നമ്മളിവിടെ ബാക്കിൽ വാഴ ഇവിടുത്തെയാണത്. അപ്പോൾ അത്യാവശ്യമൊക്കെ വരുമ്പോൾ നമുക്ക് വാഴ എടുക്കാനുള്ള സൗകര്യമുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും അട മുഴുവനായിട്ട് കഴിക്കട്ടെ, കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതേ ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ടാ. സമയം 3 മണി ആയിട്ടുണ്ട്. ഇതിൽ 5 മിനിറ്റ് കുറവ്. അപ്പോൾ 3 മണി കഴിഞ്ഞ് 3:05 ആവാനായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വണ്ടിയിൽ തട്ടിയെന്ന്, വേറെ സ്കൂട്ടി വന്ന് തട്ടിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർ ഫോൺ നമ്പറൊക്കെ തന്നിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിന് 3000-4000 രൂപയുടെ അടുത്ത് ചിലവുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് അവരെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേറെ ആരോട് അന്വേഷിക്കാനുണ്ട് അത്ര തന്നെ വരുമോ എന്നുള്ളത്. അത് അന്വേഷിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ അതങ്ങനെ. പിന്നത്തെ വിശേഷം 3 മണി കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ വേഗം റെഡി ആവട്ടെ പോകാനായിട്ട്. വണ്ടി ചാർജൊക്കെ ഫുള്ളായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് 3:30 ആകുമ്പോഴത്തേക്കും ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ നോക്കും. ഇന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാനൊരു 4 മണി 5 മണിക്കാവും ഉറങ്ങി എണീക്കുമ്പോൾ. ഉറക്കത്തിലായിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കില്ല, ഭയങ്കര ഉറക്കം അങ്ങോട്ട് ഉറങ്ങും. അപ്പോൾ ആ നേരം ഇപ്പോൾ വണ്ടി എടുത്ത് ഓടാൻ പോയാൽ ഒരു 6 മണി 7 മണിക്ക് ആകുമ്പോഴത്തേക്കും എനിക്ക് വീട്ടിൽ കയറാം. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ നേരത്തെ വന്ന് കിടന്ന് ഉറങ്ങുകയാണ്. പകൽ കുറച്ച് ഉറങ്ങിയിട്ട് പിന്നെ വീട്ടിലെ പണികളൊക്കെ തീർത്ത് വണ്ടി എടുത്ത് ഓടാൻ പോയി. പിന്നെ നേരത്തെ വന്ന് നേരത്തെ കിടന്നുറങ്ങും. ഉറങ്ങൊന്നും വേണ്ട, തന്നെ കിടന്നുറങ്ങി പോകും, അങ്ങനെയാണ്. അപ്പോൾ രാവിലെ നേരത്തെ എണീക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഇതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് ഉറങ്ങാനുള്ള ടൈമില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോയി മാറ്റട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. സമയം 3:45 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി എടുത്ത് ഓടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും 8 മണിക്ക് ആയതുകൊണ്ട് ഓട്ടം നിർത്തിയിട്ടാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് ഇതിപ്പോൾ എത്തിയുള്ളൂ. 8:30 ആയെന്ന് തോന്നുന്നു. സമയം 8:30 കഴിഞ്ഞിട്ട് 35 അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. ഞാൻ പുറത്ത് പോയിട്ട് പറ്റുകയാണെങ്കിൽ പുറത്തത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ഉള്ള തിരക്ക്, ബീച്ചിൻ്റെ അവിടെയൊക്കെയുള്ള തിരക്കും കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊന്നും എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയ വീഡിയോ ആണ് അല്ലേ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എനിക്ക് ഉറക്കം വന്നിട്ട് കണ്ണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വന്നപ്പോൾ ഞാൻ വേഗം ഓട്ടം നിർത്തിയതാണ് കേട്ടോ. മറ്റേത് കുറേ സമയം ഞാൻ എടുക്കലുണ്ട്, ഒരു 9 മണിയെങ്കിലും ആയി നിർത്തലാണ് സാധാരണ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ്. പകൽ ഉറങ്ങിയാലും ചിലപ്പോൾ വേഗം ഉറക്കം വരും. ഇന്നിപ്പോൾ പകലൊട്ടും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നേരം വൈകിക്കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ഉറക്കം വന്നിട്ട് കണ്ണ് പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേഗം വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.